എമ്മിന്റെ അതിഭീകരമായ കുരുട്ടുബുദ്ധിയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. മാങ്കൂട്ടത്തെ വലയിലാക്കി കസ്റ്റഡിയിൽ വിട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് CPIM നേതാവിനെതിരെ വീട്ടമ്മ നൽകിയ പരാതിയിൽ പോലീസ് ഒന്ന് കേസെടുക്കുന്നത് പോലും. മൂന്നാമത്തെ പരാതി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും അറിയുന്ന പോലീസ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മെല്ലെപ്പോക്ക് നടത്തിയെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതാണ് മുഖ്യന്റെ കാലിനിടയിൽ കിടക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ മികച്ച പ്രവർത്തനം. മറ്റുള്ളവരുടെ കാര്യത്തിൽ വേഗത കാണിക്കുന്ന CPIMന്റെ ഈ ഇരട്ട മനോഭാവം ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ഉയർന്നുവരുന്ന ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളിൽ മൗനം പാലിക്കുകയും രാഷ്ട്രീയ എതിരാളികളെ അർദ്ധരാത്രിയിൽ പോലീസ് അനാഹുമായി വേട്ടയാടുകയും ചെയ്യുന്ന CPIMന്റെ ഇരട്ടത്താപ്പ് കേരളം ചർച്ചയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 2 പതിറ്റാണ്ടോളം ഒരു സ്ത്രീയെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്ന CPIM നേതാവിനെതിരെയുള്ള പുതിയ പരാതി ആ പാർട്ടി എത്തി നിൽക്കുന്ന ജീർണതയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്രൂരമായ പീഡനത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പരാതി നൽകി ആഴ്ചകൾ കഴിയേണ്ടി വന്നു പോലീസിനൊന്ന് കേസെടുക്കാൻ പോലും. പ്രതികൾക്ക് മുന്നിൽ ചുവപ്പ് പരവതാനി ഉണ്ടെങ്കിൽ പോലീസ് തൊഴുകയും അതില്ലെങ്കിൽ കൂമ്പിനിട്ടിടിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അംഗവും ഇച്ചിലമ്പാടി സ്കൂൾ അധ്യാപകനുമായ S. സുധാകരനെതിരെയാണ് കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തത്. DGPയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കേസെടുത്തത് എന്നാണ് സൂചന. മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിത ആവേശമെടുക്കുന്ന പോലീസുകാർ ഈ പരാതിക്കാരിയുടെ നേരെ കണ്ണടച്ചു. പിണറായി വിജയന്റെ പോലീസ് ഇത്തരം കേസുകളിൽ സ്വീകരിക്കുന്ന മെല്ലെപ്പോക്ക് ഇരകളോടുള്ള വെല്ലുവിളി തന്നെയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ സ്വന്തം കൂടാരത്തിലെ ക്രിമിനലുകളെ വെള്ളപൂശാൻ കാണിക്കുന്ന അത്രപ്പാട് ലജ്ജാകരമാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് MLA ആയിട്ട് ഞെളിഞ്ഞിരിക്കുന്ന മുകേഷും. ഒരു യുവ നേതാവിനെ ലോകം കണ്ട ഏറ്റവും ലൈംഗിക വൈകൃതമുള്ള ആളാക്കി ചിത്രീകരിക്കാൻ CPIM സൈബർ പോരാളികൾ കാണിച്ച ആ പോരാട്ട വീര്യം സ്വന്തം കാര്യത്തിൽ കാണിച്ചതേയില്ല. പോലീസ് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം കേസ് വന്നപ്പോൾ ഓഡിയോ ക്ലിപ്പുകളും കോൾ റെക്കോർഡുകളും പുറത്തുവിടാൻ ധൃതി പിടിച്ചിരുന്ന മാധ്യമ കണ്ണുകളും ഈ വാർത്തയ്ക്ക് നേരെ മനഃപൂർവ്വം കൈകെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ജബ്ബാർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുമ്പള മുൻ ലോക്കൽ സെക്രട്ടറി സുധാകരനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 2 പതിറ്റാണ്ടോളം ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നും ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി വിവാഹമോചനം നടത്തിയെന്നുമാണ് പരാതി. അധ്യാപകനായ നേതാവ് സ്കൂൾ മുറിയിൽ നിന്നും ഉൾപ്പെടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി അയച്ചുവെന്നും തെളിവുകൾ ഉൾപ്പെടെ DGPക്ക് പരാതി നൽകിയെന്നും അതിക്രമം നേരിട്ട സ്ത്രീ പറഞ്ഞു. 1995 മുതൽ 2023 വരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി. 95 കാലഘട്ടത്തിൽ ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി, എന്നാൽ കല്യാണം കഴിച്ചില്ല. പിന്നീട് യുവതി മറ്റൊരു വിവാഹം കഴിച്ചു. സുധാകരൻ വിവാഹിതനായി. സുധാകരന്റെ ഭാര്യ 2ാമത്തെ പ്രസവത്തിനായി വീട്ടിൽ പോയപ്പോൾ തന്നെ വിളിക്കുകയും ഭർത്താവിനെ കൂട്ടിയെയും ഉപേക്ഷിച്ചു വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഇയാൾ ജബ്ബാർ വധക്കേസിൽ ജയിലിലാവുകയായിരുന്നു. ജയിലിൽ നിന്നും തിരിച്ചു വന്ന ശേഷം വീണ്ടും ഭീഷണി തുടർന്നു. +2 വിദ്യാർത്ഥിനികളെയും ജോലി വാങ്ങിക്കൊടുത്ത അധ്യാപകരെയും അടക്കം ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നുണ്ടെന്നും സുധാകരൻ പരാതിക്കാരോട് പറഞ്ഞതായിട്ടും അവർ വെളിപ്പെടുത്തി. അയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ കുടുംബത്തെ ഉൾപ്പെടെ കൊന്നുകളയുമെന്ന് ഭീഷണിയുള്ളതായിട്ടും പരാതിക്കാരി പറഞ്ഞിരുന്നു. 19 വർഷത്തോളം പീഡനം തുടർന്നു എന്നിട്ടും പരാതി ലഭിച്ചിട്ടും ആ നേതാവിനെതിരെ നടപടിയെടുക്കാൻ CPIM മടിക്കുന്നത് എന്തിനാണെന്ന വലിയ ചോദ്യം ഇവിടെ ചോദിച്ചപ്പോഴാണ് മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ മനഃപൂർവ്വം മൂടിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രത ഇപ്പോൾ എവിടെ പോയി? രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പോലീസിനെ ചട്ടുകമാക്കുന്ന സർക്കാർ സ്വന്തം പാർട്ടിക്കാർ പ്രതികളാകുമ്പോൾ നിയമം കയ്യിലെടുക്കുകയാണ്.